നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. വയനാട് അമ്പലവയലിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് 2 പേർ മരിച്ചു. കോലമ്പറ്റ സ്വദേശികളായ സുധീഷ്, സുരേഷ് എന്നിവരാണ് മരിച്ചത്. രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, സങ്കടകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഇന്ന് രാത്രിയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. രാത്രി 10 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അമ്പലവയൽ ചുള്ളിയോട് റോഡിലാണ്, റെസ്റ്റ് ഹൗസിന് സമീപത്താണ് ഇങ്ങനെ ഒരു വാഹനാപകടം നടന്നിരിക്കുന്നത്. ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മീനങ്ങാടിക്ക് അടുത്തുള്ള കോലമ്പറ്റ സ്വദേശികളായിട്ടുള്ള സുധീഷ്, സുമേഷ് 2 പേരാണ് മരിച്ചിരിക്കുന്നത്. 2 പേരുടെ പേരുവിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബത്തേരി ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പോലീസ് ഈ സമയം തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. പോലീസ് സ്റ്റേഷന്റെ ഏതാണ്ട് ഒരു 600 മീറ്റർ മാത്രം അകലെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. വേഗത്തിൽ തന്നെ പോലീസ് എത്തി നാട്ടുകാരും ചേർന്നാണ് മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. SSLC +2 പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC പരീക്ഷകൾ 2026 മാർച്ച് 5-നും +2 പരീക്ഷകൾ മാർച്ച് 6-നും ആരംഭിക്കും. ഫലപ്രഖ്യാപനം മെയ് മാസത്തിൽ നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. SSLC പരീക്ഷകൾ മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അവസാനിക്കും. രാവിലെ 9:30-നാണ് പരീക്ഷകൾ ആരംഭിക്കുക. മൂല്യനിർണ്ണയം ഏപ്രിൽ 7 മുതൽ 25 വരെ നടത്തും. SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന് നടത്താനാണ് ആലോചന. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷ മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 27-ന് അവസാനിക്കും. 2-ാം വർഷ പരീക്ഷ മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ നടക്കും. മെയ് 22-ഓടുകൂടി ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC പരീക്ഷകൾ 2026 മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അവസാനിക്കും. ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി 2026 മെയ് 8. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പൊതുപരീക്ഷകൾ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. മെയ് 22-ഓടുകൂടി ഫലപ്രഖ്യാപനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വർഷം മുതൽ 9-ാം ക്ലാസ് വരെ വാർഷിക പരീക്ഷയിൽ സബ്ജക്ട് മിനിമം നടപ്പിലാക്കും. 24 തിരുവനന്തപുരം. CPI ഉയർത്തിയ പ്രതിഷേധത്തിന് വഴങ്ങി PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം പുനഃപരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ധാരണാപത്രം അവലോകനം ചെയ്യുന്നതിനായി 7-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കുമെന്ന് കേന്ദ്ര സർക്കാരിനെ കത്തിലൂടെ അറിയിക്കാനും തീരുമാനമായി. മുന്നണിയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെതിരെ CPI ഉയർത്തിയ ശക്തമായ എതിർപ്പാണ് സർക്കാരിനെയും CPM-നെയും മുട്ടുകുത്തിച്ചത്. പദ്ധതിയുടെ ധാരണാപത്രം പുനഃപരിശോധിക്കാനും അതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കാനും തീരുമാനിച്ച സർക്കാർ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങുകയായിരുന്നു. ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പദ്ധതി പുനഃപരിശോധിക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയിൽ CPM-നും CPI-ക്കും 2 വീതം പ്രതിനിധികളുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നത് സർക്കാരിന്റെ നയമാണെന്ന് കൂടി പ്രഖ്യാപിച്ചതോടെ വിവാദത്തിന് തിരശ്ശീലയിടാമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ. PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ഇതെന്ത് സർക്കാരാണെന്ന് ചോദിച്ച ബിനോയ് വിശ്വത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി വിസമ്മതിച്ചു. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉപസമിതി നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം പുനഃപരിശോധിക്കാനുള്ള സർക്കാർ തീരുമാനം CPI-യുടെ രാഷ്ട്രീയ വിജയമാണ്. മുന്നണിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അനുവദിക്കില്ല എന്ന സമ്മർദ്ദം വിജയം കണ്ടതോടെ മുന്നണിയിലെ തിരുത്തൽ ശക്തി എന്ന ഖ്യാതി വീണ്ടെടുക്കാനും CPI-ക്ക് കഴിഞ്ഞു. ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ CPI സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിച്ച ഐക്യവും പ്രധാന പങ്കുവഹിച്ചു. നാടൻ ഭാഷാശൈലിയായി കണക്കാക്കിയാൽ പോലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുച്ഛങ്കലർന്ന ഈ ചോദ്യത്തിന് CPI ഉത്തരം നൽകി കഴിഞ്ഞു. പാർട്ടിയുടെ വലിപ്പത്തിലല്ല, നിലപാടിലാണ് കാര്യമെന്നാണ് CPI നൽകുന്ന ഉത്തരം. PMC പദ്ധതിയിലെ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറഞ്ഞിരുന്ന CPI-ഉം സർക്കാരും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതോടെ ആ ഉത്തരത്തിന് കൂടുതൽ തിളക്കം കൈവന്നിരിക്കുന്നു. CPI-ന്റെ ഏറാൻ മൂളികളാണെന്ന് വിമർശനമേറ്റിരുന്ന CPI നേതൃത്വത്തിന് PMC പദ്ധതിയിലെ വിജയം ആശ്വാസകരമാണ്. പക്ഷതാൽപര്യങ്ങൾ മാറ്റിവെച്ച് നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നതാണ് സർക്കാരിനെ മുട്ടുകുതിക്കുന്നതിൽ നിർണായകമായത്. ധാരണാപത്രം മരവിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതും സർക്കാർ കത്തരണമെന്നാവശ്യപ്പെട്ടതും ദേശീയ സെക്രട്ടറി അംഗമായ K. പ്രകാശ് ബാബുവാണ്.
അത് ശരിവെച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MEBയുമായുള്ള ചർച്ചകളിലൂടെ പാർട്ടിക്ക് വിജയമവകാശപ്പെടാവുന്ന സമവായ ഫോർമുല നേടിയെടുത്തു. പൂരം കലക്കൽ, ബ്രൂവറി, വോട്ട് ചോരി തുടങ്ങിയ വിഷയങ്ങൾ CPIന് മുന്നിൽ അടിയറവ് പറഞ്ഞ വിമർശനം PMCയിലൂടെ ഇല്ലാതാക്കാൻ CPI സംസ്ഥാന നേതൃത്വത്തിനായി. ദേശീയ നേതൃത്വത്തിന്റെ ഉറച്ച പിന്തുണയും സംസ്ഥാന നേതൃത്വത്തിന് തുണയായി. ഇടത് രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇടപെടലിലൂടെ മുന്നണിയിലെ തിരുത്തൽ ശക്തിയാണ് CPI എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പാർട്ടി നിലപാട് വിജയം കണ്ടെങ്കിലും ക്രെഡിറ്റ് അവകാശപ്പെടാതിരിക്കാനുള്ള രാഷ്ട്രീയ പക്വതയും CPI നേതൃത്വം കാട്ടി. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. LDFനെയും സർക്കാരിനെയും പിടിച്ചുലച്ച PM-ശ്രീ വിവാദത്തിൽ ഇന്ന് തലസ്ഥാന നഗരം വേദിയായത് തിരക്കിട്ട കൂടിയാലോചനകൾക്കാണ്. AKG സെന്ററിലും MN സ്മാരകത്തിലും മാരത്തൺ ചർച്ചകളായിരുന്നു. സമീപകാലത്ത് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ച ഉദ്യോഗഭരിതമായ മണിക്കൂറുകൾക്ക് ശേഷം സമവായം. മണ്ഡലത്തിലെ പരിപാടികൾ ഒഴിവാക്കിയാണ് അതിരാവിലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്തെത്തിയത്. മന്ത്രിസഭായോഗത്തിനു മുൻപേ പ്രശ്നപരിഹാരത്തിന് AKG സെന്ററിലും MN സ്മാരകത്തിലും കൂടിയാലോചനകൾ. 9:30 മുഖ്യമന്ത്രിയും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും CPIM ആസ്ഥാനത്ത്. MN സ്മാരകത്തിലും ചൂടുപിടിച്ച ചർച്ചകൾ. ബിനോയ് വിശ്വവും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബുവും MN സ്മാരകത്തിലെത്തി. ഇതിനിടെ CPI സമ്മർദ്ദത്തിന് CPIM വഴങ്ങിയെന്ന സുപ്രധാന വിവരം 24ലൂടെ കേരളം അറിഞ്ഞു. പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് നൽകുന്ന കത്തിന്റെ കരടിൽ MN സ്മാരകത്തിലും ഡൽഹി അജോയ് ഭവനിലും CPI നേതാക്കളുടെ ചർച്ച. CPI മന്ത്രിമാർ കൂടി MN സ്മാരകത്തിൽ. പിന്നാലെ CPI നേതാക്കൾ AKG സെന്ററിലേക്ക്. തർക്കത്തിലെ മഞ്ഞുരുക്കം. CPI മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുമെന്ന് അജോയ് ഭവനിലെ യോഗത്തിന് ശേഷം CPI ജനറൽ സെക്രട്ടറി D രാജ വ്യക്തമാക്കി. 3:30 CPI മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്കെത്തി. PM-ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചതോടെ വിവാദത്തിന് താൽക്കാലിക വിരാമം. 24 തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി 2000 രൂപയാക്കി സംസ്ഥാന സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഒരു കൂട്ടം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം പ്രതിമാസം 1000 രൂപ കൂട്ടി. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 4% നവംബറിൽ നൽകും. PM-ശ്രീ പദ്ധതി മരവിപ്പിച്ച തീരുമാനം വിവരിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് വമ്പൻ പ്രഖ്യാപനങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിക്കും. ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് 24 മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകും. 35 മുതൽ 60 വയസ്സുവരെയുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY പിങ്ക് കാർഡുകാർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ആശാ വർക്കേഴ്സ്, അംഗനവാടി വർക്കേഴ്സ് എന്നിവർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുന്നത്. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കി. 19,470 ADSകൾക്ക് പ്രവർത്തനങ്ങൾക്കായി പ്രതിമാസം 1000 രൂപ വീതം നൽകും. പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലെ 18 മുതൽ 30 വരെയുള്ള യുവക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 4% നവംബറിൽ നൽകും. സാക്ഷരതാ പ്രവർത്തകർക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകും. ക്ഷേമ പെൻഷൻ വർധനയടക്കം ആത്മവിശ്വാസത്തോടെയാണ് സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കി. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന ചോദ്യമുണ്ടാകാം. എന്നാൽ ധനവകുപ്പിന് നല്ല ആത്മവിശ്വാസമുണ്ടെന്നും ബാലഗോപാൽ. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്ന് ആശാ വർക്കേഴ്സ്. ഓണറേറിയം 1000 രൂപ കൂട്ടിയത് എത്രയോ ചെറുതാണ്. ആവശ്യപ്പെട്ടത് 21,000 രൂപയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് മുഖ്യമന്ത്രി അംഗീകരിച്ചുവെന്നും ആശാ വർക്കേഴ്സ് പറഞ്ഞു. ഇപ്പോഴുള്ള 233 രൂപ
ഒരു 33 രൂപയും കൂടെ വർദ്ധിപ്പിച്ച് 263 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അത് വളരെ തുച്ഛമാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ വിഷമമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ ഇത് ഈ 1000 രൂപ എന്ന് പറയുന്നത് 263 ദിവസം ഞങ്ങൾ ഈ തെരുവിലിരുന്ന് നേടിയെടുത്തതാണ്. ആ അർത്ഥത്തിൽ അത് ഞങ്ങളുടെ ഒരു സമരത്തിന്റെ വിജയം തന്നെയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തുടർ നടപടികൾ ആലോചിക്കുന്നതിന് സർവകക്ഷി യോഗം വിളിച്ച സംസ്ഥാന സർക്കാർ. അടുത്ത മാസം 5-ന് വൈകിട്ട് 4 മണിക്കാണ് യോഗം. തിടുക്കപ്പെട്ട SIR നടപ്പാക്കാനുള്ള തീരുമാനം ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ എതിർപ്പ് അവഗണിച്ച് കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോവുകയാണ്. നിയമ നടപടി ആലോചിക്കുമെന്ന് LDF-ഉം UDF-ഉം അറിയിച്ചു. എതിർപ്പ് അവഗണിച്ചും കേരളത്തിൽ SIR നടപ്പാക്കുന്നതിന്റെ 2ാം ഘട്ട നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നതിനിടെയാണ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ്. തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നു ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ LDF-ഉം UDF-ഉം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ ശക്തമായി എതിർത്തു. ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയിലെ ഒരു അംഗവുമാണ്. അവർക്ക് പറ്റുന്നയാളെ ഇലക്ഷൻ കമ്മീഷനാക്കി പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാൻ SIR എന്ന ഓമന പേരിട്ട് ഒന്ന് കൊണ്ടുവന്നു. ഇതൊരു സാഡിസ്റ്റ് മനോഭാവമാണ്, ജനങ്ങളെ ദ്രോഹിക്കുക. ഇത് കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ പ്രഖ്യാപനമാണ്. പൗരത്വ നിയമം കൊണ്ടുവരാനുള്ള ഒരു പിൻവാതിൽ നടപടിയാണ്. ആവശ്യം തള്ളിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കേരളത്തിൽ SIR വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് മറുപടി നൽകി. ഡ്രാഫ്റ്റ് റോള് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് 9th December ആണ്. ആ സമയത്ത് EROമാർക്ക് ഒരു റോളും ഉണ്ടാവില്ല. നമ്മൾ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് തിരിച്ചെടുക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കും. അത് BLOമാരാണ് ചെയ്യാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് SIR നടപ്പാക്കണമെന്ന തീരുമാനത്തെ BJP പിന്തുണച്ചു. സമയം നീട്ടുന്നതിന് നിയമപരമായി മുന്നോട്ടു പോകുന്ന കാര്യം ആലോചിക്കുമെന്ന് CPIM-ഉം കോൺഗ്രസും വ്യക്തമാക്കി. കേരളത്തിൽ SIR നടപ്പാക്കാനുള്ള തീരുമാനം ശക്തമായി എതിർക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി MP-യും പറഞ്ഞു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കോർ കമ്മിറ്റിയെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചു. ജയസാധ്യത മാനദണ്ഡമാക്കി മാത്രമാവണം സ്ഥാനാർത്ഥി നിർണയമെന്ന് നേതൃത്വം നിർദ്ദേശം നൽകി. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ KPCC-യോ രാഷ്ട്രീയകാര്യ സമിതിയോ വിളിക്കുക പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് കോർ കമ്മിറ്റിയെ ഏകോപന ചുമതല ഏൽപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറിമാർ, പ്രവർത്തക സമിതി അംഗങ്ങൾ, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, KPCC മുൻ അധ്യക്ഷന്മാർ എന്നിവർ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകും. KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതിയുടെയും യോഗം മുറ പോലെ നടക്കുമെങ്കിലും അവയ്ക്ക് മുകളിൽ അനൌദ്യോഗിക സമിതിയായി ഇത് പ്രവർത്തിക്കും. പാർട്ടി ജയിക്കും മുൻപേ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നുവെന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ ഇന്നലെ ചിലർ പരാതി ഉന്നയിച്ചിരുന്നു. പരാതികൾ പരിഗണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ പാർട്ടിക്ക് മുഖ്യമന്ത്രി മുഖം ഉണ്ടാകില്ലെന്നും നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്നും സംസ്ഥാനത്ത് ജയം ഉറപ്പാക്കണമെന്നും സംയുക്ത യോഗത്തിൽ നിർദ്ദേശിച്ചു. 24 ഡൽഹി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ CPIM സ്ഥാനാർത്ഥി നിർണയം നവംബർ 5-നകം പൂർത്തിയാക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. ജില്ലാ കമ്മിറ്റികൾക്കാണ് നിർദ്ദേശം. വിജയസാധ്യതയാകണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം. യുവാക്കൾക്ക് പരിഗണന നൽകണം. സ്ഥാനാർത്ഥി നിർണയം യോജിപ്പോടെയാകണം. പാർട്ടിയുമായി സഹകരിക്കുന്ന പൊതുസ്വീകാര്യതയുള്ളവരെ എതിരാളികൾ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മോൻത, ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നോക്കാം. ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ തീവ്ര ന്യൂനമർദ്ദമായി മാറി. ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. തെലങ്കാനയിലും ബംഗാളിലും ഇന്നും നാളെയും കനത്ത മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്നലെ രാത്രിയോടെ പൂർണ്ണമായും തീരം തൊട്ട മോന്ത ചുഴലിക്കാറ്റ് ആന്ധ്രയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. തകർത്തു പെയ്ത മഴയിൽ 21 ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാവുകയും റോഡിലേക്ക് മരങ്ങൾ വീഴുകയും ചെയ്തു. പോസ്റ്റുകൾ മറിഞ്ഞതും ട്രാൻസ്ഫോമറുകൾ നശിച്ചതും ഉൾപ്പെടെ 2000 കോടിയുടെ നഷ്ടമാണ് വൈദ്യുതി ബോർഡിനുണ്ടായത്. 1.5 ലക്ഷത്തിലധികം ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. 50-ലധികം ട്രെയിനുകളും വിശാഖപട്ടണത്തു നിന്നുള്ള ചില വിമാന സർവീസുകളും റദ്ദാക്കി. റെഡ് അലേർട്ട് പിൻവലിച്ചെങ്കിലും 13 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. ഒഡീഷയിലെ തീരജില്ലകളിൽ നാശനഷ്ടമുണ്ടായി.
കാറ്റ് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായതിനു പിന്നാലെ തെലങ്കാനയിൽ 15 ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 ദിവസത്തേക്ക് ബംഗാളിലും മഴയുണ്ടാകും. 24 ചെന്നൈ. കരേബ്യൻ രാഷ്ട്രങ്ങളിൽ നാശം വിതച്ച മെലീസ ചുഴലിക്കാറ്റിൽ മരണസംഖ്യ വർദ്ധിക്കുന്നു. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഹെയ്തിയിൽ 25 പേർ മരിച്ചു. തെക്ക് പടിഞ്ഞാറൻ ജമൈക്കയിൽ വീടുകൾക്കും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ക്യൂബയിൽ 7 ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. മെലീസ ഇപ്പോൾ ബഹാമസിലേക്ക് നീങ്ങുന്നതായാണ് റിപ്പോർട്ട്. കരീബിയൻ രാഷ്ട്രമായ ജമൈക്ക ഈ നൂറ്റാണ്ടിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു മെലീസ ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 297 കിലോമീറ്റർ വേഗത്തിൽ കൊടുങ്കാറ്റായി തീരത്ത് ആദ്യം വീശിയടിച്ച മെലീസ പിന്നീട് മണിക്കൂറിൽ 230 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റായി ചുരുങ്ങിയിരുന്നു. പലയിടത്തും മിന്നൽ പ്രളയങ്ങളുണ്ടായി. ജമൈക്കയിൽ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും വൈദ്യുതി ലൈനുകളും തകർന്നു. കിങ്സ്റ്റൺ വിമാനത്താവളം നാളേക്ക് കൂടി അടച്ചിടുമെന്നാണ് വിവരം. ജമൈക്കയിൽ കനത്ത മഴ തുടരുമ്പോൾ മെലിസ കിഴക്കൻ ക്യൂബയിൽ കനത്ത നാശം വിതയ്ക്കുകയാണ്. ക്യൂബയിൽ 7 ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചുവെന്ന് പ്രസിഡന്റ് മിഗൽ ഡിയാസ് കനാൽ വ്യക്തമാക്കി. കൊടുങ്കാറ്റ് നാശം വിതച്ച ചില പ്രദേശങ്ങളിൽ എത്തിച്ചേരാനാകാത്തതിനാൽ നാശനഷ്ടത്തിന്റെ പൂർണ്ണ വ്യാപ്തി വ്യക്തമല്ല. ക്യൂബയിൽ നാശം വിതച്ച മെലിസ ഇപ്പോൾ ബഹാമസിലേക്ക് നീങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗസയിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുന്നു. 104 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരുക്കേറ്റു. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടത്. അതേസമയം വെടിനിർത്തൽ കരാർ തുടരുകയാണ് എന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇസ്രായേൽ ആക്രമണം അമേരിക്കൻ പിന്തുണയോടെ ആണെന്ന് ഹമാസ് ആരോപിച്ചു. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 46 കുട്ടികളടക്കം 104 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ റഫയിലുണ്ടായ വെടിവെപ്പിൽ ഒരു ഇസ്രായേൽ സൈനികന് പരിക്കേറ്റതിനെ തുടർന്നാണ് ഗസയിൽ ശക്തമായ ആക്രമണം നടത്താൻ ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടത്. ബന്ദികളുടെ മൃതദേഹം കൈമാറിയത് സംബന്ധിച്ച തർക്കങ്ങളും ആക്രമണത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണം വെടിനിർത്തൽ കരാറിനെ ബാധിക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. അതേസമയം ഇസ്രായേൽ ആക്രമണം അമേരിക്കൻ പിന്തുണയോടെയെന്ന് ഹമാസ് ആരോപിച്ചു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം ഹമാസ് നിർത്തിവച്ചിരിക്കുകയാണ്. റഫേലെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും ഹമാസ് വ്യക്തമാക്കി. അതേസമയം ഗസയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് മനുഷ്യരാശിക്ക് അപമാനകരമെന്ന് ഗസയിലെ പലസ്തീൻ സിവിൽ ഡിഫൻസ് ഏജൻസി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. റഷ്യയുടെ ഓണററി കോൺസൽ രതീഷ് സി നായർക്ക് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബഹുമതി. മെഡൽ ഓഫ് കോഓപ്പറേറ്റീവ് മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഈഗർ കെപ്പറിൻ ബഹുമതി സമ്മാനിച്ചു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിൽ രതീഷ് സി നായർ വലിയ സംഭാവന നൽകുന്നതായി ഈഗർ കെപ്പറിൻ പറഞ്ഞു. റഷ്യൻ സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ കൂടിയായ രതീഷ് സി നായർ 2008 റഷ്യയുടെ ഓണററി കോൺസലാകുന്നത്. റഷ്യൻ പ്രസിഡന്റിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, പുഷ്കിൻ മെഡൽ എന്നിവയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ 2 മെഡലുകളും സാംസ്കാരിക വകുപ്പ് മന്ത്രാലയത്തിന്റെ ദസ്തയേവ്സ്കി മെഡലും ലഭിച്ചിട്ടുണ്ട്. മോസ്കോയിൽ നടന്ന ചടങ്ങിൽ റഷ്യൻ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇലിയ ഗുറോവ്, ഫെഡറൽ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഉപമേധാവി ദിമിത്രി പെലിക്കാനോവ് എന്നിവർ സംബന്ധിച്ചു. 1845 സ്ഥാപിതമായ റഷ്യൻ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യൻ സെന്റർ ചെയർമാൻ കൂടിയാണ് രതീഷ് സി നായർ. ബേപ്പൂർ മുരളീധര പണിക്കരുടെ 100ാമത് പുസ്തകം ബേപ്പൂരിന്റെ ഇതിഹാസം ഉരുവും ഖലാസികളും പ്രകാശനം ചെയ്തു. പ്രകാശന സമ്മേളനം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. പുസ്തകം സാഹിത്യകാരൻ UK കുമാരൻ 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ ബേപ്പൂരിലെ ഉരുനിർമ്മാണ ഖലാസി മൂപ്പന്മാരായ ഇടത്തൊടി സത്യൻ, അബ്ദുറഹ്മാൻ എന്നിവരെ ആദരിച്ചു. പാലക്കാട് ഒയാസിസ് ബ്രൂവറി പദ്ധതിക്കെതിരെ നിയമപോരാട്ടത്തിന് എലപ്പുള്ളി പഞ്ചായത്ത്. കമ്പനിക്ക് അനുമതി നൽകുന്ന സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. ക്രമവിരുദ്ധമായി പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പഞ്ചായത്തിന്റെ നീക്കം. അതേസമയം പദ്ധതിക്ക് CPIM ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് വെള്ളം അനുവദിച്ചതും വിവാദമാവുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അടിയന്തര പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നത്. ബ്രൂവറി പദ്ധതിക്കും അനുമതി നൽകുന്ന സർക്കാരിനുമെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ യോഗത്തിൽ ധാരണയായി. നിയമോപദേശം തേടിയതിനു ശേഷമാണ് നടപടി. പഞ്ചായത്തിന്റെ അധികാരങ്ങളെ സർക്കാർ കവരുന്നു എന്ന് പ്രസിഡന്റ് യോഗത്തിൽ ആരോപിച്ചു.
പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണസമിതി സ്വന്തം ചെലവിൽ കേസ് നടത്തും. ഇതിനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. ഭരണസമിതി കേസിന് പോകാൻ തീരുമാനിച്ചു. നമ്മൾ കുറച്ച് ദിവസം മുൻപ് തീരുമാനിച്ചു. നിയമോപദേശം തേടാൻ തീരുമാനിച്ചു. നിയമോപദേശം തരാൻ ഗവൺമെന്റ് പ്ലീഡർ തയ്യാറല്ല എന്നുള്ളത് നമ്മളെ രേഖാമൂലം അറിയിച്ചു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഭരണസമിതി നേരിട്ട് പഞ്ചായത്തിന്റെ പൈസ എടുക്കാതെ ഭരണസമിതി നേരിട്ട് പോകാൻ തീരുമാനിച്ചു കേസിന്. അതിന് ഇന്നത്തെ ഭരണസമിതി യോഗം വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. ഒയാസിസിനെതിരെ 6ാം വാർഡിൽ പ്രത്യേക ഗ്രാമസഭ ചേരാനും യോഗത്തിൽ തീരുമാനമായി. CPIM അംഗങ്ങൾ യോഗത്തിൽ വിയോജിപ്പ് അറിയിച്ചു. വാക്കേറ്റമുണ്ടായി. ബ്രൂവറി പദ്ധതി മൂലം ഒരാൾക്കും പ്രശ്നമുണ്ടാകില്ലെന്നായിരുന്നു CPIMന്റെ പക്ഷം. അതേസമയം പദ്ധതിക്ക് ആവശ്യമായ വെള്ളം അനുവദിക്കാൻ പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. വാളയാർ, കോരയാർ പുഴകളിൽ നിന്ന് വെള്ളം നൽകും. വിവാദമായതോടെ തങ്ങൾ പദ്ധതിയുടെ കെട്ടിട നിർമ്മാണത്തിനുള്ള വെള്ളമെടുക്കാനുള്ള NOC മാത്രമാണ് നൽകിയതെന്നായിരുന്നു വൈസ് പ്രസിഡന്റിന്റെ വിശദീകരണം. വിഷയത്തിൽ കോൺഗ്രസും BJPയും പ്രതിഷേധം ശക്തമാക്കി. 24 പാലക്കാട്. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.